വന്ദേ ഭാരത് വഴിയിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് പണിമുടക്കി കിടക്കുന്ന കാഴ്ച. ബാറ്ററി തകരാർ മൂലം ഷൊർണൂരിൽ കുടുങ്ങിയ കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് ഒടുവിൽ യാത്ര തുടർന്നിട്ടുണ്ട്. ഇപ്പോൾ 3 മണിക്കൂറിന് ശേഷം മറ്റൊരു ട്രെയിനിന്റെ എഞ്ചിൻ ഉപയോഗിച്ചാണ് യാത്ര ആരംഭിച്ചത്. ഭക്ഷണവും വെള്ളവും കിട്ടാതെ യാത്രക്കാരും ബുദ്ധിമുട്ടിലായി. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട യാത്രക്കാരുടെ പ്രതികരണമാണ് ആദ്യം കേൾക്കുന്നത്. 100 വിട്ട് 100 മീറ്റർ കഴിയുമ്പോഴേക്കും വണ്ടി നിന്നുപോയി. ആളുകൾക്കൊന്നും ഡോറ് തുറക്കാനോ പുറത്ത് പോകാനോ പറ്റാത്ത വലിയ പ്രയാസങ്ങൾ നേരിട്ടു. ശരിയാവുമ്പോൾ ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും അനൗൺസ് ചെയ്യും ഇപ്പോൾ ശരിയാവുമ്പോൾ. പക്ഷേ വെക്കൽ ശരിയായ അവസാനം വേറൊരു എഞ്ചിൻ കൊണ്ടുവന്നു തിരിച്ച് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇതിപ്പം പോകുന്നതിനെക്കുറിച്ച് ആളുകൾക്കൊക്കെ ഇപ്പോഴും ഒരു കൃത്യമായ ഒരു ഉത്തരം റെയിൽവേ അധികൃതർ തരുന്നില്ല. ആദ്യം പറഞ്ഞിരിക്കുന്നത് ബാറ്ററി ചാർജ് കഴിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ എൻജിൻ്റെ സാങ്കേതിക പ്രശ്നമാണെന്നാണ് ഇപ്പോഴും പറയുന്നത്. കൃത്യമായി എനിക്ക് തോന്നുന്നത് ഇതുവരെയായിട്ടും വന്നിട്ടൊരു എക്സ്പേർട്ടായ ആളുകൾ ഇതുവരെ വന്ന് ഇത് പരിശോധിക്കാൻ തുടങ്ങിയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങൾ നൽകാനുണ്ട്. സച്ചിൻ, നമ്മൾ കണ്ടതാണ്, മണിക്കൂറുകൾ യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നു. അവർക്ക് ഭക്ഷണമോ ഒരു തുള്ളി കുടിവെള്ളമോ പോലും നൽകാതെ ഉണ്ടായി. വന്ദേ ഭാരതിന്റെ സാങ്കേതിക തകരാർ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ യാത്ര തുടർന്നിരിക്കുന്നു. തീർച്ചയായും കാവ്യ, 3 മണിക്കൂറോളമാണ് വന്ദേ ഭാരത് ഷൊർണൂർ ബി ക്യാബിനിൽ കുടുങ്ങിയത്. കാരണം എൻജിനിലുണ്ടായ സാങ്കേതിക തകരാറാണ് ഇത്തരത്തിൽ വന്ദേ ഭാരത് ട്രാക്കിൽ കുടുങ്ങാനുണ്ടായ ഒരു സാഹചര്യം. 3 മണിക്കൂറിന് ശേഷം ആണ് ഇതിൻ്റെ സാങ്കേതിക തകരാറുകൾ പൂർണ്ണമായും പരിഹരിക്കാതെ മറ്റൊരു ട്രെയിനിൻ്റെ ഡീസൽ എൻജിൻ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ യാത്ര പുനരാരംഭിച്ചിരിക്കുന്നത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരികെ ട്രെയിൻ എത്തിച്ചതിന് ശേഷം കുറച്ച് യാത്രക്കാർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിലടക്കം കയറി യാത്ര തുടരുകയായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ വന്ദേ ഭാരതിൽ തന്നെ നിലവിൽ യാത്ര തുടർന്നിട്ടുണ്ട്. മറ്റൊരു എൻജിൻ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലൊരു ട്രെയിൻ ഇപ്പോൾ യാത്ര പുനരാരംഭിച്ചിട്ടുള്ളത്. നാളെ തിരുവനന്തപുരത്ത് നിന്നും ഇതിൻ്റെ പൂർണ്ണമായ തകരാറ് എന്താണ് എന്ന കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കുമെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. കാവ്യ, ശരി, സച്ചിൻ വള്ളിക്കാടാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.